വിളിച്ചിറക്കുമ്പോൾ മുതൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. അസാധാരണമായ ദൈവിക വാഗ്ദത്തമാണ്. അത് നമ്മുടെ മേലുണ്ട്. ആ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ നാം ആരെയും അനുവദിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം, നമ്മളിൽ മഹത്വപ്പെടേണ്ടത് ദൈവമാണ്. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നമ്മളൊന്ന് കാണാൻ, നമ്മുടെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ബലം ഒന്ന് കാണാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അതതിൻ്റെ പൂർണ്ണതയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും അതിനായി കാത്തിരിക്കുക. നമ്മുടെ ഘടികാരത്തിലെ സമയം ചിലപ്പോൾ കഴിഞ്ഞു പോയേക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും പൊളിഞ്ഞു പോയേക്കാം. നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഉറപ്പായും വിളിച്ചു പറയാം, ദൈവീകമായ സമയം ഒരിക്കലും തെറ്റത്തില്ല. ദൈവം നമ്മളോട് പറഞ്ഞത് അതിൻ്റെ സമയത്ത് തന്നെ വെളിപ്പെടും. സമയം തെറ്റുകയുമില്ല. ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ചാട്ടെ. എൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയം തെറ്റത്തില്ല. മായാൻറ്റി പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ടൈം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ മണ്ണിട്ട് മൂടാൻ ആരെ അനുവദിക്കരുത്. എല്ലാരും പറയും ഇനി നടക്കത്തില്ല, സാധ്യതയില്ല, അതിനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും പറയും, ഒരുപോലെ പറയും. ഈ പറയുന്നവരൊക്കെ നമ്മുടെ മേലുള്ള വാഗ്ദത്തത്തിൻ്റെ മേൽ മണ്ണ് വാരിയിടുക. ഞാൻ കേട്ടിട്ടുണ്ട്, പ്രായാധിക്യത്തിലായ ഒരു കഴുത തൻ്റെ യജമാനന് ഭാരമായി തോന്നിയപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ അതിനെ ഒരു കുഴിയിലേക്കിട്ടു. എന്നിട്ട് തൻ്റെ വേലക്കാരോട് പറഞ്ഞു ആ കുഴി മൂടാൻ. ജീവനോടെ ഒരു കഴുതയെ ഒരു കുഴിക്കകത്തിട്ടിട്ട് ജീവനോടെ മൂടിക്കളയാൻ ഉത്തരവിട്ടു യജമാനൻ. വേലക്കാർ, ദാസന്മാർ ഓരോ കുട്ട മണ്ണ് ആ കുഴിയിലേക്കിടുമ്പോഴും പ്രായാധിക്യത്തിലാണെങ്കിലും ക്ഷീണമനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിലും മടി പിടിച്ചിരിക്കാതെ തൻ്റെ ദേഹത്ത് വീണ ഓരോ കുട്ട മണ്ണും അത് കൊടഞ്ഞ് അത്
ആ മണ്ണ് താഴെ വീഴുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഞാൻ പറയാം, നമ്മുടെ മേലുള്ള വാഗ്ദത്തത്തെ ക്ഷീണിപ്പിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കരുത്. ഞാൻ ആരോടോ ഇന്ന് ആത്മാവിൽ കൈമാറുക, നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ മടുപ്പിക്കാനും അതിനെ ഇല്ലാതാക്കാനും അതിനെ മണ്ണിട്ട് മൂടാനും വ്യത്യസ്തമായ ആൾക്കാർ വരും. വ്യത്യസ്ത നിലയിലുള്ളവർ വരും. പക്ഷെ വാഗ്ദത്തം നിനക്കാണ് ലഭിച്ചിരിക്കുന്നത്. വാഗ്ദത്തം അടുത്തുള്ളവർക്കല്ല, വാഗ്ദത്തം എനിക്കാണ് ലഭിച്ചത്. ഒന്ന് ആത്മാവിൽ പറഞ്ഞാട്ടെ, വാഗ്ദത്തം എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. നീ ആരെങ്കിലും മണ്ണിട്ട് മൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിലൊന്ന് പറയാം, അതിനെ ഒന്ന് കൊടഞ്ഞു കളഞ്ഞിട്ട് അതെല്ലാം ഒരു സ്റ്റെപ്പായി ഒന്ന് എടുത്താട്ടെ. ശത്രുക്കൾ നിനക്കെതിരെ ഒരുക്കുന്ന സകല പടയൊരുക്കങ്ങളെയും വാഗ്ദത്തത്തിലേക്കുള്ള സ്റ്റെപ്പുകളായി മാറ്റാൻ കഴിയുമോ? ആത്മാവിന്ന് ആരോടൊക്കെയോ പറയുന്നു. ലൈവിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധ ആത്മാവ് വളരെ ശക്തമായി കൈമാറിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ ആരെയും അനുവദിക്കരുത്. മണ്ണിട്ടോട്ടെ, പക്ഷെ അതിനെ മൂടാൻ നീ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു? കൊടഞ്ഞു കളയുക. പൗലോസിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. നീ ബന്ധനസ്ഥനായിട്ടാണ് കപ്പലിൽ കയറുന്നതെങ്കിലും നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. മെലീത്ത ദ്വീപിലെത്തി. എല്ലാരും പറഞ്ഞു, ഈ മനുഷ്യന്റെ ദർശനം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് ഇടപെട്ടു. അല്ലേ, എത്ര അതിശയിപ്പിക്കുന്നതായ വാക്കുകളാത്. താൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. കപ്പൽ ഛേദം ഉണ്ടായി, പക്ഷെ ആരുടെയും പ്രാണന് മരണം വന്നില്ല. പ്രിയമുള്ളവരെ, 2024 ഡിസംബർ മാസത്തിൽ കർത്താവ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് ചില കപ്പൽ ഛേദങ്ങളിൽ നിന്നും വിടുവിച്ചിട്ടാ. നിന്റെ മേലൊരു അസാധാരണമായ ദൈവിക നിറവുണ്ട്, ദൈവിക വാഗ്ദത്തമുണ്ട്. അത് നടക്കാതിരിക്കാൻ മെലീത്ത ദ്വീപിൽ ഉയർന്നു വരുന്നൊരു പോരാട്ടമുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. നിങ്ങൾ കപ്പൽ ഛേദത്തിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടവരാ. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയവരാ. പക്ഷേ രക്ഷപ്പെട്ട് വന്നു കയറിയ സ്ഥലത്ത് നിങ്ങളുടെ വാഗ്ദത്തത്തെ പൂർണ്ണതയിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യാപാരമുണ്ട്. അത് മറഞ്ഞിരിക്കുകയാ. പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തത്തിനെതിരെ മറഞ്ഞിരിക്കുന്ന സകലതും എൻ്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരികയാ. ഇനി മറഞ്ഞിരുന്ന് പോരാടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല.
മറഞ്ഞിരുന്ന് പോരാടാൻ അനുവദിക്കത്തില്ല. ഞാൻ ആരോടും ആത്മാവിൽ പറയുക, നിന്റെ മേലുള്ള വാഗ്ദത്തത്വത്തിന് വിരോധമായി മറഞ്ഞിരുന്ന് പോരാടുന്ന ചിലതിനെ ആത്മാവിൽ അതിനെ പുറത്തെടുക്കാൻ, അത് തീ കത്തിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അഭിഷേകത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. തീയുടെ ചൂട് വർദ്ധിക്കാൻ വേണ്ടി 2 വിറക് പിറക്കി ചൂടിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയുടെ ബലം കെടുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു, അതിനിയും ആളിക്കത്തേണ്ടതുണ്ട് എന്ന ചിന്തയിൽ താൻ വിറക് പെറുക്കി തീയിലോട്ടിടുമ്പോൾ മറഞ്ഞിരുന്ന ശക്തികൾ പുറത്തു വരിക. ഇന്ന് ഞാൻ ഒന്ന് ആത്മാവിൽ കൈമാറട്ടെ. നീ ചില മേഖലയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, ആത്മാവിന്റെ തീ കത്തിക്കുമ്പോൾ, ചില മേഖലകളിൽ മരവിപ്പുകൾ മാറുമ്പോൾ, ചില മേഖലകളിൽ ഇരുട്ടുകൾ മാറാൻ വേണ്ടി, ചില മേഖലകളിൽ വെളിച്ചം ഉദിപ്പിക്കാൻ വേണ്ടി, വെളിച്ചം ഉണ്ടാകുവാൻ വേണ്ടി ചില വിറകുകൾ നീ എടുത്തു വെക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ചിലത് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൈമാറുക. ഈ ഡിസംബർ മാസം 18-ാം തീയതി രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, മറഞ്ഞിരിക്കുന്ന ചിലതിനെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ പ്രാണന് നേരെ പതിയിരിക്കുന്ന ചിലത്, നിന്റെ ഫ്യൂച്ചർ ഭാവിക്ക് നേരെ പതിയിരിക്കുന്ന ചിലത്, നിന്റെ ഉയർച്ചയ്ക്ക് നേരെ പതിയിരിക്കുന്ന ചിലത് നിന്നെ മെലിത്ത ദ്വീപിൽ എത്തിച്ചു എന്നുള്ളത് ശരിയാ. ഇവിടെ നിന്നും ഞാൻ പറഞ്ഞു വിടത്തില്ല. ഇവിടെ ഞാൻ നിന്നെ ഒതുക്കിക്കളയും. അടുത്തൊരു ദേശം ഞാൻ നിന്നെ കാണിക്കത്തില്ല. അടുത്തൊരു സ്ഥലം നിനക്കുണ്ടാകത്തില്ല. ഇനിയൊരു ഉയർച്ച നിനക്കുണ്ടാകത്തില്ല. ഇവിടിട്ട് ഞാൻ നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇടും എന്ന് പറയുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ ഒരു ശക്തിയെയും അനുവദിക്കരുത്. ഹല്ലേലൂയ. നാട്ടുകാര് പറയും, വീട്ടുകാര് പറയും, കൂടപ്പിറപ്പുകൾ പറയും, ഈ മനുഷ്യനൊരു കുലപാതകിയാണ്, സംശയമില്ല. കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇത്രയും പേരുള്ളപ്പോൾ ഈ മനുഷ്യനെ മാത്രം എന്താ ഇങ്ങനെ തൊടുന്നത്? ഈ മനുഷ്യനെ മാത്രം, ഇവന്റെ നേരെ മാത്രം എന്താ ഈ പോരാട്ടമുള്ളത്? ഇവൻ ആള് ശരിയല്ല, ഇവൻ കുലപാതകനാണ്, ഇവനെ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ആരോടോ പറയുക, ആരൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു തരത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ കൊടഞ്ഞുകള. യേശുവിന്റെ നാമത്തിൽ അതിനെ കുടഞ്ഞുകള. ചിലത് കൊടഞ്ഞു കളയട്ടെ. വാഗ്ദത്തത്തെ മണ്ണിട്ട് മൂടാൻ ആരെയും അനുവദിക്കരുത്. വാഗ്ദത്തത്തെ, എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ മണ്ണിട്ട് മൂടാൻ ഒരു ശത്രുവിനെ നീ അനുവദിക്കല്ല. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ പുറത്തു വരിക. മറഞ്ഞിരുന്ന് പോരാടുന്ന ചില പൈശാചിക മേഖലകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. കൊടഞ്ഞു കളയാൻ റെഡിയാണെങ്കിൽ, അതിനെ കുടഞ്ഞു കളയാൻ, അതിനെ തീയിലേക്കിടാൻ നീ റെഡിയാണെങ്കിൽ, എൻ്റെ ദൈവം മറഞ്ഞിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവാ.
ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും, മറഞ്ഞിരുന്ന് പോരാടുന്ന ചില ശക്തികൾ എൻ്റെ മുമ്പിൽ വെളിച്ചത്ത് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ ആരോടോ ആത്മാവിൽ കൈമാറുകയും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. മറഞ്ഞിരുന്ന് പോരാടുന്ന ചില ശക്തികൾ ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ മേലുള്ള അഭിഷേകത്തെ, ഹല്ലേലൂയ, എൻ്റെ മേലുള്ള കൃപയെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. കൊടഞ്ഞു കളയാനുള്ള ശക്തി തരണമേ. അതിനെ കത്തിച്ചു കളയാനുള്ള അഭിഷേകം തരണമേ. പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കുക. എൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന സകല ശക്തികളെയും കൊടഞ്ഞു കളയാൻ ഒരു അധികാരം എൻ്റെ ദൈവം എനിക്ക് തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. അതിൻ്റെ അഭിഷേകം എനിക്ക് വേണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഓ റബ സാംദലമന ഗദരമന രദരമന. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സജിരാജ് എൻ്റെ വൈഫ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോട്ടയം LP സ്കൂളിലെ ടീച്ചർ ജോബ് കിട്ടാൻ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരന്, ആ സഹോദരിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജോലി വേഗത്തിൽ അടുത്തൊരു 6 മാസത്തിനുള്ളിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ജോലിയിലൊക്കെ എൻട്രാവട്ടെ. നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ മണ്ണിട്ട് മൂടാൻ ആരെയും അനുവദിക്കരുത്. എന്തോ ദൈവാത്മാവ് ശക്തമായി പറയുന്നു. അബ്രഹാം 99 വയസ്സായി. സാറായി തൻ്റെ ശരീരം നിർജീവമായി. വാഗ്ദത്തങ്ങൾ മണ്ണിട്ട് മൂടേണ്ട ടൈം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. പക്ഷെ എൻ്റെ കർത്താവ് പറയുക, ഇല്ല, സമയം കഴിഞ്ഞില്ല, സമയം ആരംഭിക്കുന്നേ ഉള്ളൂ. ഞാൻ ആരോടോ ആത്മാവിൽ കൈമാറുക, സമയം കഴിഞ്ഞു പോയില്ല, ടൈം കഴിഞ്ഞു പോയില്ലെന്നേ. ആരാ പറഞ്ഞേ? ഈ അണലി എൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുമ്പോൾ ബർബരന്മാർക്ക് പറയാനുണ്ട്, ഈ അണലി അല്ലെങ്കിൽ ഈ സർപ്പം കടിച്ച ആരും ഇതുവരെ ജീവനോടിരിപ്പില്ല. മക്കളുടെ ജോലിയുടെ വിഷയം യേശ്രീലാമാൻറ്റി, കർത്താവ് മക്കൾക്ക് വേണ്ടി ജോലി ഒരുക്കിയിരിക്കുക. ഇനി കയറിയാൽ മതി, എൻ്റർ ചെയ്താൽ മതി. വഴികൾ തുറക്കപ്പെടുന്നല്ലോ, വഴികൾ തുറക്കപ്പെടുന്നു. ലീലാമാൻറ്റി, ലാലമ്മ യേശുവിൻ്റെ നാമത്തിൽ മക്കൾക്ക് വേണ്ടിയുള്ള ജോലിയുടെ വഴി ഓപ്പണായി വരുന്നു. വാഗ്ദത്തത്തെ അതിന് തലമുറകളോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മളോടുള്ള ബന്ധത്തിലാണെങ്കിലും ഉണ്ടാകേണ്ടുന്ന ഉയർച്ചകളെ തടയുന്ന മെലീത്ത ദ്വീപിൽ നിനക്കൊരു നന്മ ഞാൻ ഉണ്ടാക്കുകയില്ല, അതിന് ഞാൻ അനുവദിക്കത്തില്ല. പൈശാചിക മണ്ഡലം ഒരുപോലെ നിൽക്കുക. ജെബിൻ ഐക് വർഗീസ്, യേശുവിൻ്റെ നാമത്തിൽ ആ മകൻ്റെ വീട് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വീട് പണി വേഗത്തിൽ നടക്കട്ടെ, അത് പൂർത്തീകരിക്കട്ടെ. ഈ മെലീത്ത ദ്വീപിൽ പൗലോസേ, നീ സ്റ്റാർ ആകാൻ ഞാൻ അനുവദിക്കത്തില്ല. അതിന് ഞാൻ അനുവദിക്കത്തില്ല. പറഞ്ഞു പോരാടുക. ഹോവാറഫ
കോർട്ടിൻ്റെ കേസ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് ടുമാറോ, നാളെ 19-ാം തീയതി. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ റോജി എന്ന സഹോദരനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. അത് വെറുതെ വിടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാവട്ടെ. വലിച്ചു നീട്ടാൻ അനുവദിക്കാതെ അതിനൊരു തീരുമാനമുണ്ടാകട്ടെ. ഷബറഖുലമന അർത്ഥലമന അറിയാതലരകം അദാറബാലഖാദന. അനിമോൻ ബാബു, എനിക്കും വൈഫിനും ഒരു ജോബ് ആവശ്യമാണ്. പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ എൻ്റെ ദൈവം വഴികൾ തുറക്കുന്ന ദൈവമാണ്. അനിമോൻ ബാബു, കർത്താവേ, ഞാൻ ആ കുടുംബത്തിനായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. വേഗന്ന് പെട്ടെന്ന് അവർക്കൊരു വഴി തുറക്കപ്പെടട്ടെ. അവർക്ക് വഴി തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് വഴി തുറക്കുന്ന കർത്താവാണ്. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. വേദപുസ്തകം വായിക്കുക, കൈവച്ച് പ്രാർത്ഥിക്കുക, ആ വാഗ്ദത്തം നമ്മിലേക്ക് സ്വീകരിക്കുക. വേദപുസ്തകത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ടാകാം, ഒരുപാട് പേരുണ്ടാകാം. അതെൻ്റെ ലൈഫിനോടൊന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. അബ്രഹാമിൻ്റെ ലൈഫിൽ വാഗ്ദത്തം പൂർണ്ണമായി. യോസഫിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം പൂർണ്ണമായി. അത് വായിച്ചിട്ട് പറയണം, അബ്രഹാമിൻ്റെ മേലുള്ള വാഗ്ദത്തത്തെ പൂർണ്ണതയിലെത്തിച്ച കർത്താവേ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള റൈറ്റ് ഉണ്ട്. 2024 ഡിസംബർ 31 മുമ്പ് എനിക്കതിൻ്റെ പൂർണ്ണത വെളിപ്പെട്ട് വരണം. അങ്ങനല്ലേ യാബോക്കിന്റെ കടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അല്പം കഴിഞ്ഞപ്പോൾ ദൂതൻ പറയുക, എന്നെ വിട്. ഇച്ചിരി മുമ്പ് യാക്കോബ് കയറി പിടിച്ചേക്കുക, ഞാൻ വിടത്തില്ല. അത് കഴിഞ്ഞപ്പം ദൂതൻ പറയാം, എന്നെ വിട്, നേരം വെളുക്കുന്നു, ഞാൻ പോട്ടെ. നിന്റെ വിഷയത്തിന് പരിഹാരം തരാതെ എൻ്റെ ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. വാവാ ജോർജ്, എൻ്റെ അനുജൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്താലുള്ള ചില ക്രമീകരണങ്ങൾ വേഗത്തിൽ സംഭവിക്കട്ടെ, വേഗം സംഭവിക്കട്ടെ. ആ മകന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ വേഗം ഉണ്ടാകട്ടെ. യെസ്, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവേ, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് വിടുതൽ വന്നതുകൊണ്ട് നന്ദി. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് നൽകിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്നേ. സിസിലി രാജു, പ്രേ ഫോർ മൈ ഡോട്ടർ. തീർച്ചയായിട്ടും കർത്താവേ, പ്രിയ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടട്ടെ.
അവരേതാവശ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ മേലുള്ള ദൈവഹിതം വെളിപ്പെട്ട് വരട്ടെ. മറഞ്ഞു കിടക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അവൻ പ്രതിഫലം തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന കർത്താവാ. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നൊരു മനുഷ്യൻ കടന്ന് നിലവിളിച്ചു. ആർക്കും കരുണ തോന്നാതിരിക്കുമ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നി. കർത്താവിന് മനസ്സലിവ് തോന്നി. ദൈവത്തിന് മനസ്സലിവ് തോന്നും. നീ ഹോൾഡ് ചെയ്യ്. ദൈവിക വിടുതൽ പ്രാപിക്കാൻ ഹോൾഡ് ചെയ്യ്, പ്രാർത്ഥിക്ക്, വെയിറ്റ് ചെയ്യ്. ഒരു മകൻ അപ്പനോട് പറയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നേ. സങ്കടം ബോധിപ്പിച്ച് കരയാൻ പറ്റും. 63 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം, അങ്ങനെ നിന്റെ ബലവും മഹത്വവും ഞാൻ കാണേണ്ടതിന് ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു. തേർഡ് ഇയറിൻ്റെ എക്സാം, BSc നേഴ്സ് കൊച്ചുമക്കൾക്ക് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവർ ഉന്നതമായ വിജയമുണ്ടാകട്ടെ. അവർക്ക് ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ, ഉന്നതമായ ഉയർച്ച ഉണ്ടാകട്ടെ. കർത്താവെ, മക്കളുടെ വിദ്യാഭ്യാസം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബാല. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വസിക്കുന്നിടത്ത് നാം ആയിരിക്കുക. അർത്ഥം സാന്നിധ്യമുള്ളിടത്ത് നാം ആയിരിക്കുക, ദൈവമുള്ളിടത്ത് നാം ആയിരിക്കുക. നാം ഉള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്തുവാ പദം പറയാൻ ദൈവാത്മാ പറയുന്നു? നാം ഉള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ജോർജ് ഷാമുവൽ ഫ്രം റിയാദ്. കർത്താവേ, ഞാൻ ആ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എല്ലാ വിഷയങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടട്ടെ. എന്തോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നാം ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിടത്തും പരാജയപ്പെടത്തില്ല. സകല മനുഷ്യരും എതിരായി, മോശയ്ക്ക് നേരെ എല്ലാവരും എതിരായി. പക്ഷെ സാന്നിധ്യം ഉള്ളിടത്ത് മോശ നിന്നപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചു. നീ എന്തിനാ ഭയപ്പെടുന്നേ? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. മുന്നോട്ട് പോകാനോ? മുന്നിൽ കടലാ കർത്താവേ.
മുമ്പിൽ കടല. യെസ്, നിങ്ങളുടെ മുമ്പിൽ കടല. നിങ്ങളുടെ മുമ്പിൽ വലിയ മലയാ. നിങ്ങളുടെ മുമ്പിൽ വലിയ മതില. യെസ്, കർത്താവിനറിയാം. കർത്താവിനറിയാവുന്നേ. കർത്താവിനറിയാം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവിനറിയാം. പക്ഷെ ഭാരപ്പെടാതെ, ഭയപ്പെടാതെ, സാന്നിധ്യത്തിനകത്ത് നിന്ന് ദൈവ ശബ്ദം കേട്ട് യാത്ര ചെയ്യാമെങ്കിൽ മനുഷ്യന്റെ ശബ്ദം കേട്ടാൽ പരാജയപ്പെടും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കൂ. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ തിരിച്ചറിയൂ. അങ്ങനെ ഞാൻ നിന്റെ മഹത്വവും ബലവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. Please pray for our case. This is also final. ലിൻസി സൈമൺ. കർത്താവേ, പ്രിയ സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കേസ് എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. നീതിയോടെ ന്യായം ചെയ്യുന്ന ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടട്ടെ. ആ കേസിൻ്റെ വിചാരണ നാളെ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ പാതി വഴിയിൽ വെച്ച് അസ്തമിക്കുവാൻ നാം അനുവദിക്കരുത്. നാം അനുവദിക്കരുത്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, പിന്മാറിപ്പോകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. മുമ്പിൽ കടല് കണ്ടതുകൊണ്ടോ, മുമ്പിൽ വലിയ മല കണ്ടതുകൊണ്ടോ, മുമ്പിൽ വലിയ മതില് കണ്ടതുകൊണ്ടോ പുറകോട്ട് പോകരുത്. കർത്താവ് പറയുന്നു, മുന്നോട്ട് പോകുക. നിങ്ങൾ മുന്നോട്ട് പോകുക. തിരമാലകൾ വന്ന് പടക് മുക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു? ജെസ്സി ജോസഫ്, pray for my sister admitted now in hospital. ആ സഹോദരിക്കായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ലൈവിലുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ടിരിക്കുന്ന സഹോദരി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ആ ഹോസ്പിറ്റൽ മുറിക്കകത്ത് ഒരു ദൈവശബ്ദമുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ അറിയാൻ പറ്റാത്തവരും നമുക്കറിയാത്തവരും ഒക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെ വിടുവിച്ചു. തൻ്റെ സ്ഥിതിയും ദൈവം ഭേദം വരുത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയ സഹോദരിയെ കർത്താവ് വിടുവിക്കട്ടെ. കർത്താവ് സൗഖ്യമാക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഷാബാല ഹാഥുരിയാദരമന. ദൈവീക വാഗ്ദത്തങ്ങളെ മണ്ണിട്ട് മൂടാൻ ആരെയും അനുവദിക്കല്ല. പിശാചില്ലാത്ത ചിന്തകൾ മുഴുവൻ കൊണ്ടുവരും. നടക്കത്തില്ല, സാധിക്കത്തില്ല, കഴിയത്തില്ല. കർത്താവ് പറയാം, മുന്നോട്ട് പോകാൻ.
ഞാൻ മുന്നോട്ട് പോകണോ പുറകോട്ട് പോവോ? പുറകിൽ തേണ്ട ഫറവോന്റെ സൈന്യം വരുന്നുണ്ട്. ഇന്നലെ വരെ എന്നെ അവകാശം പറഞ്ഞ, ഇന്നലെ വരെ എന്നെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരുന്ന, കോംപ്രമൈസ് ചെയ്യാൻ പോകണ്ട. ദൈവാത്മാവിനോട് പറയുന്നു, മുന്നോട്ട് പോകുക. നിങ്ങൾ ഒരത്ഭുതം കാണാൻ പോകുന്നു. മുന്നോട്ട് പോകാൻ ആര് റെഡിയാകും? നിങ്ങൾ ഒരത്ഭുതം കാണാൻ പോകുന്നു. Come on, Holy Spirit. നിങ്ങൾ ഒരു ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോകുന്നു. മെലീത്ത ദ്വീപിൽ കയ്യിൽ കടിച്ച അണലി നിന്റെ ജീവന് നേരെ പോരാടുമ്പോൾ ചുറ്റും കൂടി നിന്നവർ പറയുന്നു, അവൻ ഇപ്പോൾ ചത്തുവീഴും, അവന്റെ ലൈഫിന് ഫുൾ സ്റ്റോപ്പായി, ഇനി ഒന്നും ചെയ്യാനില്ല. നത്തിങ് ടു ഡു. യെസ്, ആ പദം ഞാൻ പറയാം. ഇനി ഒന്നും ചെയ്യാനില്ല. ചില സന്ദർഭങ്ങളിൽ വൈദ്യശാസ്ത്രമൊക്കെ പറയാറില്ലേ, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഏത് ദൈവത്തെ വേണേലും വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാ ഞാൻ പറയാം, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. യെസ്, ജീസസ് ഈസ് റിയൽ. യേശു കർത്താവ് സത്യമാണ്. അതൊരു മിത്തല്ല. യേശു സത്യദൈവമാണ്. യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവരൂപത്തിലിരിക്കെ, താൻ ദൈവമായിരിക്കെ മനുഷ്യരൂപമെടുത്ത് താണലോകത്തിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിത്തന്നത് യേശു കർത്താവാണ്. യേശുവിന്റെ ക്രൂശീകരണം സത്യമാണ്. ആ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട്. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഒരു ദൈവമുണ്ട്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ചിലരുടെ ലൈഫിൽ വിടുതൽ സംഭവിക്കും. പ്ലീസ് പ്രേ ഫോർ മൈ ഹെൽത്ത്. ശോശാമ പോൾ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനായി. ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥാനം, ഉയർന്ന സ്ഥാനം വെടിഞ്ഞ് താണ സ്ഥാനത്തിലേക്ക് വന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ദൈവരൂപത്തിലിരിക്കെ താൻ മനുഷ്യനായി അവതരിച്ചു. എന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കുവാൻ. അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ലേ ഗതസമയത്ത് താൻ പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ.
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയേണ്ടതിനായി, മോചിക്കേണ്ടതിനായി, നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കാൻ. നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ ഒരു നല്ല മക്കളാക്കാൻ. ഈ മാർഗം കൊല്ലുന്ന മാർഗമല്ല. ഈ മാർഗം ശത്രുത്വം ഉണ്ടാക്കുന്ന മാർഗമല്ല. അനേകരെ നല്ലവരാക്കിയ മാർഗമാണിത്, യേശുവിൻ്റെ മാർഗം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ യേശുവിന് വലിയവ ചെയ്യാൻ പറ്റും, വലുത് ചെയ്യാൻ പറ്റും. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളൊരു മിറക്കിൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളിരിക്കുന്ന അവസ്ഥയിൽ യേശു കർത്താവ് ഇറങ്ങി വരുന്നു. നിങ്ങളിരിക്കുന്ന അവസ്ഥയിൽ യേശു കർത്താവ് ഇറങ്ങി വരുന്നു. കർത്താവെ, ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ അരികിൽ യേശുവേ അങ്ങ് ദർശനമായി ഇറങ്ങി വരണമേ. യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം, യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി അങ്ങ് നൽകണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? യേശുവേ എൻ്റെ പാപത്തെ കഴുകണമേ. യേശുവേ എൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. രാജാതിരാജാവായി കർത്താവ് വേഗം വരുന്നു. നമുക്കൊരുങ്ങാം, എതിരേൽക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാറായി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഇവിടെ വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞല്ലോ. അർജൻ്റായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാട് പറഞ്ഞു. അവയ്ക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയങ്ങളെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം, പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ദൈവിക അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.